കോഡോ മില്ലറ്റ് കൊണ്ട് അല്ലെ വരക് കൊണ്ടുള്ള ഉപ്പുമാവാണ്. ഈ വരക ഉപ്പുമാവ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇത് കണ്ടോ എന്താണെന്ന്? കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരക. ഇതാണ് വരക. ഇതുകൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് വെള്ളത്തിലിടാം. ഇന്ന് വൈകുന്നേരം വെള്ളത്തിലിട്ടാൽ നാളെ രാവിലെ കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. വരകെന്ന് പറയുന്നത് ഒരു മില്ലറ്റാണ്, ഒരു പോസിറ്റീവ് മില്ലറ്റാണ്. ഇതിനകത്ത് ഫൈബറുകളും കൊണ്ട് അത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ട്, അതുപോലെ കാർബോഹൈഡ്രേറ്റ് കുറവാണ്. വരക് പലതരത്തിലുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി വെള്ളയാണ്. ഇനി ഇച്ചിരിയുടെ തവിട്ട നിറം അല്ലെങ്കിൽ ഇച്ചിരി ബ്രൗൺ നിറമുള്ളതൊക്കെ ഉണ്ട്. വരക് തന്നെ പിന്നെ കൂവരക്, പനിവരക്, അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് പോസിറ്റീവ് മില്ലറ്റാണ്. ഇത് ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ്, കാർബോഹൈഡ്രേറ്റ് കുറവായതുകൊണ്ട്. അതുപോലെ പിന്നെ ഗോതമ്പിലുള്ള പോലെ ഗ്ലൂട്ടനൊന്നുമില്ല. ഇതിനകത്ത് പ്രോട്ടീനുണ്ട്, പക്ഷേ ഗ്ലൂട്ടൻ ഇല്ല. വേറെ പ്രോട്ടീനുകളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ആർക്കും അലർജിയൊന്നും ഉണ്ടാകില്ല. പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു മില്ലറ്റാണ് ഈ വരക്. അപ്പോൾ ഇത് നമുക്കിനി വെള്ളത്തിലിടാം. കോഡോ മില്ലറ്റ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുതിർത്തിയെടുത്തിരിക്കുന്ന കോടയാണ് കേട്ടോ. നമുക്ക് അടുപ്പിൽ തീ കത്തിച്ചു കൊടുക്കാം. നമുക്ക് കോട കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം പറ്റിയതാണ്. തീ കത്തിച്ചു കൊടുക്കാം. വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. കോടോ അല്ലെങ്കിൽ വരക് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ഇടേണ്ട. സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, റവ ഉപ്പുമാവ് പോലെ തന്നെ നമുക്ക് കോടോയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. മില്ലറ്റ് ശീലമാക്കുന്നവർക്ക് എന്നും ഒരേ മില്ലറ്റ് തന്നെ അല്ലെ ഒരേ രീതിയിൽ കഞ്ഞി വെച്ച് കുടിക്കാതെ വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഉപ്പുമാവ് ഉണ്ടാക്കുന്നു നോക്കാം. നമുക്ക് ആദ്യം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയാണ്. സബോള വേണമെങ്കിലും ഉപയോഗിക്കാം. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ സബോള ഇടാം. ഞാനൊരു 2-3 കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ഉപ്പുമാവിന് ചേർക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ഇലയാണ്. ഇത് ചീര ഇലയാണ്. കൂട്ടത്തിൽ 2 തഴുതാമേലയുണ്ട് കേട്ടോ. ചീര, മുട്ടച്ചീര, കുഴയുന്ന ചീരയാണ്. ഉപ്പുമാവിന് ഇച്ചിരി കുഴഞ്ഞാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇനി നമുക്കല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന വരക അല്ലെങ്കിൽ കോടോ, പലതരം വരകുണ്ട് കേട്ടോ. ഇച്ചിരിയോടെ ബ്രൗൺ നിറമുള്ളതുണ്ട്, പിന്നെ ഇച്ചിരി വെളുത്ത വരക. ഇതിനെ കുറച്ച് കാടി അല്ലെങ്കിൽ തവിടുള്ള വരകായിരുന്നു. നമുക്കത് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് എണ്ണയ്ക്കകത്തൊന്ന് ഇളക്കി അത്രേ ഉള്ളൂ. ഇനി നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. വരകിനൊപ്പം വെള്ളമാണ് തിളപ്പിച്ച് വെച്ചത്. ഇനി ഇത് കുതിർത്തിയില്ലെങ്കിൽ നമ്മൾ പ്രഷർ കുക്ക് ചെയ്യേണ്ടി വരും. ഞാൻ കുതിർത്തിയതായിരുന്നു. നമുക്ക് മൂടി വയ്ക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. മൂടി വെച്ചു കൊടുക്കാം. ഒരു 2-3 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ അതിനകത്ത് ഞാൻ അല്പം ഉപ്പിട്ടായിരുന്നു. ഉപ്പുണ്ട്, പക്ഷെ വെന്തില്ല, കടിച്ചിരിക്കുന്നത്.
നല്ലപോലെ വെന്ത് വെള്ളം പറ്റി വരട്ടെ. വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സെപ്പറേറ്റ് കോടോ വേവിച്ചിട്ട് ഈ ഉപ്പുമാവിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. എണ്ണയ്ക്കകത്തിട്ട് ഉപ്പുമാവ് വേവിച്ചെടുത്താൽ മതി. ഇത് വെന്ത് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നും കൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. അതിൻ്റെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തോർന്ന് കിട്ടിയാൽ മതി. തന്നെ നമുക്കൊരു കാരറ്റ്, ഒരു ചെറിയ കാരറ്റ്, അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. കാരറ്റ് വെന്തലിയുന്ന ഇഷ്ടമുള്ളവർക്ക് ആദ്യം എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇത് കാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ആവി കയറിയാൽ മതി. ഉപ്പ് ഞാൻ വെള്ളത്തിൽ ഒഴിച്ചതേ ഉള്ളൂ കേട്ടോ. ഉപ്പ് നോക്കാം. നമ്മൾ കാരറ്റ് ചേർത്തിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. കുറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് കണ്ടോ, 2 പേർക്ക് കഴിക്കാനുള്ള ഉപ്പുമാവുണ്ട്. ഇത് കുറച്ചേ നമ്മൾ കഴിക്കുള്ളൂ. മില്ലറ്റ് കൊണ്ടുള്ള ഉപ്പുമാവുകൾ ഒരു ശകലം കൂടെ തോർന്ന് വരാനുണ്ട്. നല്ല അടിപൊളി ഉപ്പുമാവാണ്. വെയിറ്റ് കുറയ്ക്കാൻ ഇഷ്ടം, കൊളസ്ട്രോൾ കുറയാനും, അതുപോലെ ഷുഗർ ഉള്ളവർക്ക് പ്രമേഹം കുറയാനും എല്ലാം നല്ല ഒരു ഉപ്പുമാവാണ് കോടോ ഉപ്പുമാവ്. ഇതുകൊണ്ട് കഞ്ഞി വെക്കാനും ദോശ ഉണ്ടാക്കാനും പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനും എല്ലാം കൊള്ളാം കേട്ടോ. അപ്പം നമ്മളെ കോടോ ഉപ്പുമാവ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ല വെന്ത് പൂ പോലെ വരും കേട്ടോ. നമ്മുടെ ചാമ കഞ്ഞിക്ക് ചോറ് വെന്ത് വരുന്ന പോലെ തന്നെ കോടോയും. പക്ഷെ ചോറൊക്കെ ആണെങ്കിൽ, അരിയാണെങ്കിൽ ഇത്രയും വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കുഴഞ്ഞ് തന്നെ പോകും. ഇത് കാർബോഹൈഡ്രേറ്റ് കുറവായതുകൊണ്ട് കുഴഞ്ഞെങ്കിൽ തന്നെ തണുക്കുമ്പോഴത്തേനും നല്ല റവ ഉപ്പുമാവ് പോലെ തന്നെ വന്നോളും. അതുപോലെ ടേസ്റ്റ് ഇത് ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ്, വെയിറ്റ് ലോസ് റെസിപ്പിയാണ്, ഫൈബറുകളും കാൽസ്യം മിനറൽസ് ഇതെല്ലാം ഉള്ളതാണ്. അയണും കൂടുതലുള്ളതാണ്. പിന്നെ ഗോതമ്പ് റവ ഉപ്പുമാവ് ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കും, ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ട്. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അപ്പം നമ്മുടെ അല്ല കോടോ മില്ലറ്റ് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയായി. തീ ഓഫാക്കാം. ഇതും നന്നായിട്ട് ഉണങ്ങി വരാണെങ്കിൽ നമുക്ക് തവിയിട്ടൊന്ന് മൂടി വെക്കാം. ആവി പോയി നല്ല ഉണങ്ങി തോർന്ന് വരട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോടോ മില്ലറ്റ് കൊണ്ടുള്ള കഞ്ഞിയും ഉപ്പുമാവ് ദോശയൊക്കെ ഉണ്ടാക്കാം. ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കാം. അരിയും ഗോതമ്പും ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കിതും കഴിക്കാം. ഒരുമിച്ച് ഒരു മില്ലറ്റിലേക്ക് നമ്മൾ മാറരുത്. ആദ്യം ഒന്ന് കഴിച്ച് നോക്കുക, പിന്നെ ആഴ്ചയിൽ 1, പിന്നെ ആഴ്ചയിൽ 2, അങ്ങനെയൊക്കെയാണ് മില്ലറ്റ് ശീലമാക്കാവുള്ളൂ. അരി പെട്ടെന്ന് നിർത്തിയിട്ട് മില്ലറ്റ് ശീലമാക്കുന്നത് അത്ര നല്ല കാര്യമില്ല. അത് ആരോഗ്യത്തെ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പം നമുക്ക് ആഴ്ചയിൽ 1 ദിവസമൊക്കെ കോടോ മില്ലറ്റ് അല്ലെങ്കിൽ വരക്, പിന്നെ വേറെ മില്ലറ്റുകളുണ്ട്, പോസിറ്റീവ് മില്ലറ്റുകൾ വേറെ പലതുണ്ട്.
നമ്മുടെ ഇന്ത്യയുടെ മില്ലറ്റ് മാൻ ഖാദർ അലി പറഞ്ഞതിൻ്റെ തരംതിരിവനുസരിച്ചാണെങ്കിൽ ചാമ, വരക്, തിന, കാട്ടുതിന, ഇതൊക്കെ പിന്നെ ബാനിയാട്, ഫോക്സ് ടെയിൽ, ഇങ്ങനെയുള്ളതെല്ലാം നല്ല പോസിറ്റീവ് മില്ലറ്റുകളാണ്. അതായത് അതിലുള്ള ഫൈബറിൻ്റെയും പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെയും അളവനുസരിച്ചാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ളതും കാർബോഹൈഡ്രേറ്റ് കുറവുള്ളതും അനുസരിച്ചാണ് ഇവയെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. പാകത്തിന് ഇച്ചിരി അല്പം തണുത്ത് വെള്ളമൊക്കെ പറ്റി തോർന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിക്കാം. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഇപ്പം പഴം ഇഷ്ടമുള്ളവർക്ക് പഴം അരിഞ്ഞു കൂട്ടുകയോ പഴം കുഴച്ച് കൂട്ടുകയോ ഒക്കെ ചെയ്യാം.